നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്.സിയും തമ്മിൽ നടന്ന മത്സരം 3-1 ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും കളിയുടെ അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു ഉരസൽ ഒരു കല്ലുകടിയായി വിജയത്തിനിടക്ക്. ശരിയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നോഹയെ തെറിവിളിക്കാൻ ഓടുന്ന കുറേ ആളുകൾ, അതായത് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുക അതെന്തോ മഹത്തരമായ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ച കുറേ ആളുകളുണ്ട്. അപ്പം നോഹയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോയി നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റും. അതിൽ തെറി വിളിക്കുന്നവരുമുണ്ട്, അല്ലാതെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ സ്വാഭാവികമല്ലേ, അതങ്ങനെ കണ്ടാൽ മതി, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമല്ലേ, അതങ്ങനെ കണ്ടാൽ മതി എന്ന് പറയുന്നവരുമുണ്ട്. അതും കൂടി പറയാതെ പോകാൻ പറ്റില്ല. എന്നാൽ തെറി വിളിക്കുന്നവരുമുണ്ട്. എന്താണ് അവരോട് പറയാനുള്ളത്? പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അത് കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ വഴക്ക്, അത് അവർ പറഞ്ഞു തീർത്തോളും. നിങ്ങൾ അവിടെ പോയി തെറി വിളിക്കാൻ ആരാണ്? നമ്മളിപ്പോൾ ഒരു കളിക്കാരൻ്റെ കളിയെക്കുറിച്ച്, കളി മോശമാകുമ്പോൾ അല്ലെങ്കിൽ കളിയുടെ രീതിയെക്കുറിച്ചൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ക്രിട്ടിസൈസ് ചെയ്യാം, പബ്ലിക് പെർഫോമൻസ് ആണ്, ക്രിറ്റിസിസം വരും. പക്ഷേ അബ്യൂസ് ചെയ്യാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അധികാരമുള്ളത് ഒരാളെ കയറി അബ്യൂസ് ചെയ്യാൻ, തെറി വിളിക്കാൻ? സോ അതിൽ ഇത്രയേ പറയാനുള്ളൂ. ലൂണ കളി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ, ക്യാപ്റ്റനായ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഞാൻ അവനോട് സംസാരിക്കും, പ്രശ്നം സോൾവ് ചെയ്യുമെന്ന്. അത് അവർ പറഞ്ഞു തീർത്തോളൂ തന്നെ. ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പോയി തെറി വിളിച്ചിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഇങ്ങനെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ഓൾറെഡി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ അങ്ങ് പോവുകയാണ്. ഈ സീസൺ എന്താവുമോ എന്തോ എന്നുള്ളത് നമ്മളൊക്കെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി തെറി വിളിച്ചുകൊണ്ട്, സ്വന്തം താരത്തെ തെറി വിളിച്ചുകൊണ്ട് എന്തുണ്ടാക്കാനാണ് പോകുന്നത്? അതുകൊണ്ട് ഒരപേക്ഷയേ ഉള്ളൂ, ദയവ് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ അടിച്ചു കൂട്ടി, അസിസ്റ്റുകളൊക്കെ നൽകി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. സെൽഫിഷാണ് അദ്ദേഹത്തിൻ്റെ കളി എന്ന് അഭിപ്രായമുണ്ടെങ്കിൽ കോച്ച് അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളും. കാരണം കോച്ചിന് അറിയാം എന്ത് ടാക്ടിക്സ് ഉപയോഗിക്കണമെന്ന്. ഇന്നിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലൊക്കെ ഉപയോഗിക്കും. അതിന് പോയി താരത്തെ തെറി വിളിക്കുന്നത് ഒരർത്ഥത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഒഴിവാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.